തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരഗോതയിലേക്ക് ഒരു പുലിക്കുട്ടി കൂടി കടന്നു വരികയാണ്. ചേർപ്പ് 3-ാം വാർഡ് UDF-ലെ ജൻസി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തില് 3-ാം വാർഡിന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനിയും റൗണ്ടുകളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയായിരുന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ വെക്കേഷനിൽ നോട്ട്ബുക്കൊക്കെ വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ആണ്. അപ്പോൾ കായികപരമായിട്ടും പഠനപരമായിട്ടും എനിക്ക് ചിലവിന് ഇത്തിരി പ്രശ്നമായപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു നോട്ട്ബുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പല വീടുകളും കയറി ഇറങ്ങിയപ്പോൾ തോന്നിയൊരു കാര്യമാണ്, എൻ്റെ പോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് അന്ന് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാമെന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഇറങ്ങിയിരിക്കണം. അപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു സപ്പോർട്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, നാട്ടുകാർ അതിന് നല്ല സപ്പോർട്ടാണ്. എന്താണ് അവരൊക്കെ പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഓരോ വീടുകളിലായിട്ട് പോയിട്ട് ഇപ്പോൾ പ്രചരണമൊക്കെ സജീവമായി തുടങ്ങിയല്ലോ. അപ്പോൾ എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ നല്ല പോസിറ്റീവുള്ള അഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചേർപ്പ് 3-ാം വാർഡിൽ താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എൻ്റെ നാടിന് ഇന്ന വികസനം കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ്? മുൻ പഞ്ചായത്ത് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ എന്താണ് ഇനി ആവശ്യമുള്ള അതിൻ്റെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പഠന മേഖലയും രാഷ്ട്രീയ മേഖലയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ, രണ്ടും മാത്രമല്ല, ഞാൻ സ്പോർട്സിലും കൂടി ഉണ്ട്. അപ്പോൾ ഈ മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. സ്കൂളിൽ നിന്നുള്ള അല്ല കോളേജിൽ നിന്നുള്ള സപ്പോർട്ടും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ. കോളേജിൽ നിന്നായാലും ഇതിന് നല്ല സപ്പോർട്ടാണ്. സ്പോർട്സിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സംഭവങ്ങൾ? സ്പോർട്സിൽ ഇപ്പോൾ കോളേജിൽ വളരെ ആക്റ്റീവാണ്. സോഫ്റ്റ് ബേസ്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിമിന് ഞാൻ ഇന്ത്യക്ക് പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ ഊർജ്ജത്തോടു കൂടി രാഷ്ട്രീയ രംഗത്തും സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേ ഊർജ്ജം തന്നെ ഉണ്ടാവും. അപ്പോൾ ജയിക്കും 100% ഉറപ്പോടുകൂടിയാണ്? 100% ഉറപ്പാണ്. നാട്ടുകാരുടെ ഫുൾ നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് പോരെ ഇതിനിപ്പോൾ നിൽക്കാൻ. നാടിന്റെ നന്മയ്ക്കായി നേരിന്റെ ഒരു യുവത്വം കൂടി കടന്നു വന്നിരിക്കുകയാണ്. എൽവിയ ദേവസിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.